ഉത്തര മലബാറിൽ പല ഭാഗത്തും 90കളുടെ അവസാനവും കഴിഞ്ഞ പതിറ്റാണ്ടിലൊക്കെ വലിയ രൂക്ഷമായ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ 4-5 പേരൊക്കെ മരിക്കുന്നത്, നേരത്തെ ഇവിടെ അബ്ദുള്ള പറഞ്ഞതുപോലെ സ്കോർ കാർഡ് എന്ന് പറയാവുന്ന വിധത്തിൽ രണ്ട് പക്ഷത്തും ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറി. കഴിഞ്ഞ 6-7 വർഷമായി അത് ഏറെക്കുറെ സമ്പൂർണ്ണമായി മാറി. ഏറ്റവും ഒടുവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആലപ്പുഴയിലും അതുപോലെ തന്നെ പാലക്കാടുമാണ് ഇതുപോലെ ചേരിതിരിഞ്ഞ് നമ്പർ വ്യക്തമാക്കുന്ന വിധത്തിലുള്ള കൊലപാതകം നടന്നത്. എന്തായാലും 2 വർഷം കൊണ്ട് ഇപ്പോൾ അതിനും ഒരു ശമനമുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അവിടെ ഓരോ കേസിലും കൃത്യമായി ശിക്ഷ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും കൊല്ലലല്ല, നമുക്ക് സംവാദമാണ് വേണ്ടത് എന്ന പോയിന്റിലേക്ക് എത്തുകയും കൂടെ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. കാരണം ഇത് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പാർട്ടിക്കുള്ളിലെ ചർച്ചകളിൽ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അവർ ഈ പറഞ്ഞ സാധാരണ ജനങ്ങൾ, നേരത്തെ അഭിലാഷ് പറഞ്ഞില്ലേ, സാധാരണ കൂലിപ്പണിക്കാരായ ആളുകൾ അവരെ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്, കൊലപാതകങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. അവരിൽ തന്നെ ചിലർ കൊല്ലപ്പെടുകയാണ്. പ്രധാനപ്പെട്ട ആളുകളൊന്നും ഇതിനകത്ത് ഒരു പക്ഷേ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കൊലപാതകങ്ങളായി മാറുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കൊല്ലപ്പെടുന്നവരുടെയും കൊലപാതകളുടെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ 1-2 കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകും, അവരുടെ ഭാര്യമാരുണ്ടാകും, അവരുടെ ജീവിതം ഉണ്ടാകും, അവരുടെ അമ്മമാരുണ്ടാകും. അതൊക്കെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് നശിപ്പിക്കുന്നതെങ്കിൽ ആ രാഷ്ട്രീയം ശരിയുടെ പാതയിലാണോ എന്ന് പരിശോധിക്കണം. അതാത് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കണം. ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റായിട്ടൊരു ട്രയൽ നടന്ന് ആ ട്രയലിൽ ഒരു കൺവിക്ഷൻ വരുമ്പോൾ നിങ്ങൾ കൊലപാതകം നടത്തിയാൽ അടുത്ത 10 കൊല്ലം കഴിഞ്ഞിട്ട് ട്രയൽ പൂർത്തീകരിക്കുള്ളൂ എന്നതിന് പകരം കൊലപാതകം നടത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വധശിക്ഷയിലേക്ക് വരെ നിങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള മെസ്സേജ് ഉണ്ടല്ലോ. ആ മെസ്സേജ് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇങ്ങനൊരു പൊളിറ്റിക്കൽ പാർട്ടിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരു മെസ്സേജാണ്. നിങ്ങൾ നടന്ന അപ്പോൾ തന്നെ അറസ്റ്റ് ഉണ്ടായാൽ അപ്പോൾ തന്നെ ട്രയൽ ഉണ്ടാകും. ട്രയൽ എന്നാൽ അപ്പോൾ തന്നെ വധശിക്ഷയിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു പക്ഷേ ജീവപര്യന്തം ഡെഫിനറ്റായിട്ടും കിട്ടുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാകും എന്ന് തോന്നൽ നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മറുപക്ഷത്ത് നിൽക്കുന്ന ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവായി വരുന്ന മറ്റേ കൊലപാതകം, ഷാൻ്റെ കൊലപാതകത്തിന് നല്ല പ്രോസിക്യൂഷൻ നടത്തി, നല്ല ട്രയൽ നടത്തി, പ്രോപ്പറായി ഒരു കൺവിക്ഷൻ, അതിനകത്ത് ഇത്തരത്തിൽ തന്നെ ഒരു കൺവിക്ഷൻ, വധശിക്ഷ പോലുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ 2 കൂട്ടർക്കും മെസ്സേജാണ്. ഈ മെസ്സേജ് സ്വയം ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. ഞാനിപ്പോൾ തന്നെ നമ്മുടെ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ട്രയൽ നടക്കുകയാണ്. വർഷങ്ങളായി CBI 2012 നടന്ന ഇൻസിഡൻ്റാണ്. 2024 ഇപ്പോഴും ഡിസ്ചാർജ് പെറ്റീഷൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി ട്രയൽ കമൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എത്രയോ കേസുകളിൽ നീതി വല്ലാതെ ഡിലേ ചെയ്ത കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവർക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായി മാറുകയാണ്. കാരണം കുറേയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. കുറേയൊക്കെ ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കാൻ, രാഷ്ട്രീയത്തിന് വേണ്ടി സഹിക്കാൻ അവർ തയ്യാറാണ്. കുറച്ച് ദിവസമൊക്കെ ജയിലിൽ കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എങ്കിലും ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളത് ചെയ്ത് കളയുമെന്ന് ചിന്തിച്ചിറങ്ങുന്ന ആളുകളാണ് അവർ. എന്നാൽ ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ എന്ന് തോന്നുമ്പോൾ അവരത് റിപ്പീറ്റ് ചെയ്യും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. നിങ്ങളിത് ചെയ്താൽ പിന്നെ നിങ്ങൾ പുറംലോകം കാണില്ല, ഇതാണ് മെസ്സേജ് എങ്കിൽ ആ മെസ്സേജിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നമ്മുടെ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ, അതായത് കൊലപാതക രാഷ്ട്രീയം പറയുന്ന, ഇപ്പോൾ ഇവിടെ കൊല്ലപ്പെടുന്നതിൽ RSSകാർ, പിന്നെ SDPIക്കാർ, അല്ലെങ്കിൽ CPM, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ആ പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളിലൊരു ചർച്ച ഉണ്ടാകണം. ഇനിയും നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ്, അത് ലോക്കൽ ലീഡേഴ്സ് ആയാലും തലപ്പത്തുള്ള ലീഡേഴ്സ് ആയാലും, ഇത്തരം ഒരു കൊലപാതകം ഹാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കോൺസ്പിറസിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഡിസോൺ ചെയ്യുമെന്ന് തീരുമാനിക്കണം. കൊന്നിട്ടൊന്നുമല്ല രാഷ്ട്രീയം പറയേണ്ടത്. രാഷ്ട്രീയം അതിശക്തി. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം സിറ്റുവേഷനിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ വല്ലാത്ത തരം മോബ് ലിഞ്ചിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കണ്ട് സഹിക്കാൻ വയ്യാതെ സോഷ്യൽ മീഡിയയിലൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ആക്രമണങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ശിക്ഷ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഇല്ലാതാകും. ഇതൊക്കെ പൊളിറ്റിക്സാണ്. ഒരു പ്രത്യേകതരം പൊളിറ്റിക്സ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണ്. ഈ മരിക്കുന്ന ആൾക്കും അറിയില്ല എന്തിനാണ് മരിക്കുന്നത്, കൊല്ലുന്ന ആൾക്ക് അറിയില്ല എന്തിനാണ് കൊല്ലുന്നതെന്ന്. ഇങ്ങനെ ഒരു രീതിയിലേക്ക് ആദ്യമായി കാണുന്ന ആളെയൊക്കെയാണ് ഈ കൊലപാതകം നടത്തുന്നത്. അപ്പോൾ അവർ പറയുന്നത് പേരും നാളും രാഷ്ട്രീയവും ഒക്കെ നോക്കി അങ്ങ് കൊല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു മാറ്റം വരണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അകത്തൊരു എഡ്യൂക്കേഷൻ വേണം. ഇത്തരം ഇൻസിഡൻസ്, ഇത്തരം ട്രയലുകളൊക്കെ പൂർത്തീകരിക്കുമ്പോൾ ആ എഡ്യൂക്കേഷനിലൂടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യണം. മുമ്പത്തെ പോലെയല്ല, ട്രയൽ വളരെ സ്പീഡിയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ആലുവയിൽ ഒരു ട്രയൽ നടത്തിയാണ്. ഇപ്പോൾ നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് 6 months 7 months കൊണ്ട് കഴിഞ്ഞു
കൺവിക്ഷൻ പൂർത്തീകരിച്ച് പോകുന്നു. അങ്ങനെയൊക്കെ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. മുൻകാലങ്ങളിലൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇൻ്റർഫറൻസ് ആണ്. പിന്നെ പ്രോപ്പറായിട്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ തന്നെ സാധിക്കില്ല. ഇൻ്റർഫറൻസിന് കൊലപാതക കേസാണോ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഇൻ്റർഫറൻസും ഉണ്ടാകാൻ പാടില്ല. അത് റേപ്പ് കേസുകളിൽ ഒരു ഇൻ്റർഫറൻസും ഉണ്ടാകാൻ പാടില്ല. ആര് ഇൻ്റർഫിയർ ചെയ്താലും പുറത്തു വിട്ടേക്കുക, അത്രേ ഉള്ളൂ, വേറെ വഴിയില്ല. അപ്പം അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചിന്ത ഭരിക്കുന്ന ആളുകളുണ്ടാകണം. ഒന്നാമതായിട്ട് പ്രതിപക്ഷം നിൽക്കുന്നവർക്കുണ്ടാകണം. അങ്ങനെ ഒരു ഡിസ്കോഴ്സ് നടക്കാൻ ഇതൊക്കെ കാരണമാകട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. തീർച്ചയായിട്ടും.